ഡാൻസ് തന്നെയാണ്, നൃത്തം തന്നെയാണ്. അപ്പൊ അതും ഒരു ഫ്രീ സ്റ്റൈൽ തുള്ളല്ലേ. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ പറഞ്ഞ ഡെപ്പാങ്കുത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതാണ് നിയമങ്ങളില്ലാത്ത തുള്ളല്. ആ നിയമങ്ങളില്ലാത്ത തുള്ളലിലാണ് നമുക്ക് മതിമറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിയമങ്ങളില്ലാത്ത ഒരു തുള്ളലിന്റെ ഒരു മ്യൂസിക്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിനായകൻ ചേട്ടൻ കൂടി ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, വിനായകൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു നിശ്ചയ സമയം കഴിഞ്ഞ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യും. കാരണം കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ വിനായകൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത് ഡിലീറ്റ് ചെയ്യും. ഒരു വേണ്ട. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആക്ടർ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഫ്രീ സ്റ്റൈൽ ഡാൻസറാണ്, എനിക്ക് അതാണ് ഇഷ്ടം. അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും ഫ്രീ സ്റ്റൈലായിട്ടൊരു പാട്ടുണ്ടാക്കണം, സ്വതന്ത്രമായിട്ടുള്ള സംഗീതം ഉണ്ടാക്കണം, അതിന് കഴിയുമെങ്കിൽ എനിക്ക് തുള്ളണം. ഒരു 4 പേര് തുള്ളിക്കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു നിയമവും ഇല്ലാതെ, ഒരു നിയമവും ബാധിക്കാതെ നമുക്കത് തുള്ളാൻ കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീഡം അനുഭവിക്കാൻ കഴിയും മനുഷ്യന്മാർക്ക്. അത്തരമൊരു പാട്ട്, അത്തരമൊരു എന്താ പറയുക സംഗീതം, അത്തരത്തിലുള്ള ഒരു ഡാൻസ് ഒക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ താൻ പറഞ്ഞ ആ സംഗതി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, കണ്ടുനോക്കൂ. ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ആഗ്രഹം ജീവിതത്തിൽ. അതില് 4-5 പേര് തുള്ളിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ് എന്റെ ഒരു ആഗ്രഹം മെയിനായിട്ട്. മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടാം, പക്ഷെ മ്യൂസിക് ശരീരത്തിൽ കയറും എന്നുള്ളതാണ് നമ്മൾ അറിയാതെ മ്യൂസിക് ശരീരത്തിൽ കയറും. സംഗതി മനസ്സിലായ മക്കളെ? ഓണമാണ്. ഓണമായതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചർച്ച വരാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനത്തെ ഒരു ചർച്ച അതിഗംഭീരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം ഉണ്ടായിരിക്കുക? ഒരു മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, മുബീസ് പാരഡൈസ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ വന്നിരിക്കുന്നു, ഞാൻ തുറന്നതേ ഉള്ളൂ. ഇതാ, ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ, ഇവര് വീഡിയോ ഇട്ടു. എന്താണ്? ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യരുത്, ഓണം ആഘോഷിക്കരുത് എന്നീ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇട്ടു. എൻ്റെ സുഹൃത്തുക്കൾ, ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യും, പൂക്കളൊക്കെ ഇടും, അവരിത് ഓണം ആഘോഷിക്കും. ഈ പരിപാടിയൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ. ഓണം എന്ന് പറയുന്ന ഒരു വിളവ് ഉത്സവമാണ്. വിളവ് വന്നതിന്റെ ഭാഗമായിട്ടൊരു ആഘോഷ ദിനമാണ്. അതിനെ ഹിന്ദുക്കൾ പല പേരിട്ട് വിളിച്ചോട്ടെ, ഇനിയിപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്ത് പേരിട്ട് വിളിച്ചോട്ടെ, ഓണം എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ സോക്കോൾഡ് ഹിന്ദു, സോക്കോൾഡ് മുസ്ലിം, സോക്കോൾഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഈ വേർതിരിവുകളൊക്കെ മാറ്റി വെച്ചിട്ട് ആഘോഷിക്കാനുള്ളൊരു പരിപാടിയാണ്. അത് ആഘോഷിക്കണമെന്നേ, തകർത്താഘോഷിക്കണം, ഒരു സംശയം വേണ്ട, തകർത്ത് തിമിർത്ത് ആഘോഷിക്കണം. ഇനി ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു എന്നതാണ്, ഈ മുബീസ് പാരഡൈസ് ഈ വീഡിയോ ഇട്ടോട് കൂടിയിട്ട് ഡാൻസ് കളിക്കരുത്, ഈ എന്താ പറയാ മക്കനങ്ങനെ മൊത്തം മൂടിയിട്ടുള്ള ഡാൻസ് കളിക്കരുത്, അത് മൂടിയിട്ടിട്ട് ആ ഒരു വസ്ത്രം ധരിച്ച് ഡാൻസ് കളിക്കരുതെന്ന് മുസ്ലിം പെൺകുട്ടികളോട് ഇവർ പറഞ്ഞു. ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വേറൊരു ചങ്ങാതി എന്താണ്, ഡാൻസ് കളിക്കരുതെന്നല്ല, ഓണം ആഘോഷിക്കരുതെന്നും കൂടി പറഞ്ഞു. എങ്ങനെയുണ്ട്? മറ്റത് വേറെ വർഗീയ വർത്താനം, ഇപ്പുറത്ത് വേറെ വർഗീയ വർത്താനം. ഈ 2 വർഗീയ വർത്താനം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാരെ മുഴുവൻ ശ്രദ്ധിക്കായിരുന്നു. അല്ല, ഇനിയിപ്പോൾ ഇവരെ പറഞ്ഞതെങ്ങാനും അല്ലേ, ഈ മുബീസ് പാരഡൈസും ആ മറ്റു ഉസ്താദും പറഞ്ഞെങ്ങാനും നമ്മുടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ അനുസരിക്കുമോ എന്നിങ്ങനെ നോക്കായിരുന്നു. അങ്ങനെ നോക്കിക്കുന്ന സമയത്ത് ഒന്ന് തള്ളേ, ഒന്ന് താടി വെച്ച കളവന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് ഇറങ്ങി. എങ്ങനെയുണ്ട്? ഒരു മടിയുമില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ അങ്ങോട്ട് ഇറങ്ങി, അവരണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതിഗംഭീര ഡാൻസ്. ഇനി വെറും ഡാൻസ് കളിക്കലാണോ, ഇത് മുഴുവൻ റീലെടുത്തിട്ട് ഇവരങ്ങോട്ട് പോസ്റ്റ് ആഘോഷിക്കാൻ തുടങ്ങി.
ഞങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തീരുമാനിക്കണ്ടെന്നർത്ഥം. ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് 15-ാം നൂറ്റാണ്ടിലെ എന്താണ് ആശയങ്ങളും തപ്പിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഞങ്ങളെ ജീവിതത്തിലേക്ക് ഇടപെടരുത് എന്നർത്ഥം. ഒരു സംശയം വേണ്ട, ഇതാണ് അവര് തുള്ളിക്കൊണ്ട് പറയുന്നത്. അങ്ങനെ തുള്ളിക്കൊണ്ട് നിലവിലുള്ള മതമേലധ്യക്ഷന്മാരെ മതനൂലാമാലകളെ മുഴുവൻ പോയി പണി നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുമ്പോൾ പുരോഗമന ചിന്താഗതിക്കാരായ ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. അങ്ങനെ സന്തോഷം ഉണ്ടാക്കിയതുകൊണ്ടാണ് വിനായകൻ ചേട്ടൻ കൂടി ഈ പെൺകുട്ടികളുടെ വീഡിയോ മറ്റൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഏത് മുബീസ് പാരഡൈസ് ആയാലും ഏത് ഉസ്താദായാലും കേരളത്തിലെ മനുഷ്യ മനസ്സിനെ, നമ്മുടെ ഏകതയെ, നമ്മുടെ ഒരുമയെ തകർക്കുന്ന രീതിയിലുള്ള എന്ത് വർത്തമാനം പറഞ്ഞാലും, അത് പള്ളിയിലച്ഛനാവട്ടെ, ഇനിയിപ്പോൾ പൂജാരി ആവട്ടെ, അതിനിപ്പോൾ പള്ളിയിലത്തെ മുക്കറയാവട്ടെ, ഏതൊരു ഉസ്താദാവട്ടെ, എന്തായാലും നമ്മുടെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന സംഭവം നിലനിൽക്കുന്ന ഇടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ജൻസികൾ അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിത് പരിഗണിക്കുന്നേയില്ല. അവർ തകർത്താടുകയാണ് അല്ലേ? അതല്ല വേണ്ടത്. എടാ, നമ്മുടെ മനുഷ്യത്തെ നിലനിൽക്കുന്ന കുറച്ചിടങ്ങളാണ്, അതവിടെ ഉണ്ടായിക്കോട്ടെന്നേ. നമുക്ക് മനുഷ്യന്മാരെന്ന നിലയ്ക്ക്, നിങ്ങൾ മതം എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും മറ്റേട് കുറേ ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അവരതോടെ നിന്നോട്ടെ. പക്ഷെ അത് നിങ്ങളെ മതത്തിന്റെ മാത്രം ആളുകൾ കൂടുന്ന സ്ഥലം അതൊന്നുമല്ലാതെ മനുഷ്യന്മാർ കൂടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ എന്താ പറയുക സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഒപ്പമുള്ളവരെ, അയൽവാസികളെ തുറന്നു വിടൂ. അവർ പോയി ആഘോഷിക്കട്ടെ, ഡാൻസ് കളിക്കട്ടെ, തുള്ളട്ടെ. ശരീരത്തിനുള്ളിലൊക്കെ ഉള്ള ആ വിഷമം മുഴുവൻ തുള്ളി അങ്ങോട്ട് തീരട്ടെന്നേ. അപ്പൊ അതൊക്കെ തുള്ളിയാണ് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം കിട്ടും. അങ്ങനെ ആശ്വാസം കിട്ടുമ്പോൾ അവരൊരിക്കലും കൊലപാതകളാവൂല. കലാകാരന്മാർ കൊലപാതകളാവാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ കല ഉണ്ടാവും. അങ്ങനെ കലയുള്ളവരായിട്ട് മദ്യം മറന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന മനസ്സുള്ള മനുഷ്യരായിട്ട് ഇവരൊക്കെ വളരട്ടെന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ റിജിഡായിട്ട് മതം അയ്യോ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് പോടണം, ഇത് പോടണം, ഇത് ഇങ്ങനെ തേക്കണം, ഇത് അങ്ങനെ തീക്കണം, താലി ഇങ്ങോട്ട്. എന്തൊരു ദുരിതം പിടിച്ച ജീവിതം അവിടത്. ഒന്ന് ആലോചിച്ചേക്കെ. അതെല്ലാം മറന്നുകൊണ്ട് ഇവരിങ്ങനെ ആഹ്ലാദിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈയടിക്കല്ല വേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത്. ഓ, വല്ലാത്ത ജാതി മനുഷ്യരാട്ടാ നിങ്ങളൊക്കെ. ബൈ. എല്ലാവർക്കും നബിദിനാശംസകൾ. തൊട്ടടുത്ത ദിവസം ഓണമുണ്ട്. ഓണാശംസകൾ. ആഘോഷിക്കും. ബൈ.